ഏത് ഇലക്ഷൻ വന്നാലും പെൻഷനാണ് ചർച്ച. ഇപ്പൊ ചർച്ചയും വിവാദമൊക്കെ പിന്നെയും വരുന്നുണ്ട്. നിയമസഭക്കകത്തും പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞു. എന്നാലും ഒരു 10 ചോദ്യം വേഗം ചോദിച്ചോട്ടെ. കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആവശ്യമാണ്? ആർ ശങ്കർ ഗവൺമെന്റ് ആണ്. ആർ ശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ 80 മുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. 80 മുതലല്ല, ആർ ശങ്കറാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തത്. 80 മുതലാണെന്ന് പറഞ്ഞത് കളവാണ്. UDF ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ സംശയം, ഈ 300 400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300 400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്. 400 500 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500 600 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ. അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർക്കും 80% ഡിസബിലിറ്റി ഉള്ളവർക്കും 400 ഉണ്ടായിരുന്നതിന് ഒറ്റയടിക്ക് 900 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 900 1100 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 1100 1200 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടി. ഇറങ്ങി പോകുമ്പോൾ അത് 1500 ആക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ? അത് ഈ 1200 വരെ കൊടുത്തതാണ്, 1500 ആയിട്ട് പ്രഖ്യാപിച്ചു. അത് അവസാനത്തെ ബഡ്ജറ്റ്. അതുപോലെ രേഖയുണ്ടോ കയ്യിൽ? ഞാനത് മുമ്പിപ്പം ഞാൻ 1200 ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹിതന്മാര്. എന്റെ കയ്യിലുള്ളത് 13/2/2024 H. സലാം MLA-ക്ക് KN ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട്. ഷാഫിക്ക് കാണാമല്ലോ, 75 വയസ്സിന് മുകളിൽ 1500.